എന്റെ പേര് അനുരൂപ വിനോദ്. കോഴിക്കോട് കുന്നമംഗലം സ്വദേശിനിയാണ്. RCMൽ സ്റ്റാർ പേൾ അച്ചീവ്മെന്റ് ഫാമിലിയാണ്. നമ്മൾ RCMൽ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് എല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം നമുക്കാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. നമുക്ക് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് അവസരങ്ങൾ. നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരം, ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സംസാരിക്കാനുള്ള അവസരം, ഒരുപാട് കുടുംബങ്ങളെ പരിചയപ്പെടാനുള്ള അവസരം, സാമ്പത്തിക നേട്ടം എത്ര വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരം. നമ്മൾക്ക് കൈവിലങ്ങുകളില്ല എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒന്നായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് വരാം. RCMൽ ഹെയർ കെയറിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഉള്ളത് എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിച്ചിട്ടുള്ള അനുഭവം കൊണ്ടും നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ള അനുഭവം കൊണ്ടും നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മുടി സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്കിന്ന് RCMൽ ലഭ്യമാണ്. അത് ഹെയർ ഓയിൽസ് ആയിട്ടും ഷാംപൂസ് ആയിട്ടും ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമുക്ക് RCMൽ ലഭ്യമാണ്. അതിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് നമുക്കറിയാം, നീളമുള്ള ബലമുള്ള മുടിയിഴകൾ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും കാണില്ല. പക്ഷെ നമ്മൾ പല തിരക്കുകൾക്കിടയിലും മുടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടാറില്ല എന്നതാണ് ഒരു പരമമായ സത്യം. മുടി പിളർന്നു പോവുക, ശരിക്കും മുടി പിളരുന്നതാണ് പൊതുവായി എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരോഗ്യമുള്ള ഒരു മുടിയുടെ ഘടനയിൽ 3 പ്രാഥമിക പാളികൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ മുഖത്തെ കുറിച്ച് പറയുമ്പോൾ, ഫേസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലെയേഴ്സ്, നമ്മുടെ മുഖത്തേക്കും എങ്ങനെ ക്രീം ഇറങ്ങുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കും. എന്നാൽ മുടിയിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്, മുടിയുടെ ഒരു ഘടന എന്താണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഒരു മുടിയിഴ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറം തൊലിയിലെ ഏറ്റവും കടുപ്പമേറിയ ഒരു ഭാഗമുണ്ട്. ആ ഒരു പാളീനെ നമ്മൾ പറയുന്ന പേരാണ് ക്യൂട്ടിക്കിൾ എന്നാണ് അതിനെ പറയാ. അത് കഴിഞ്ഞ് തുടർന്ന് കോർട്ടക്സ് വരുന്നുണ്ട് അതിന് തൊട്ടു താഴെ. ഏറ്റവും കനം കുറഞ്ഞ പാളി മെഡുള്ള എന്ന് വിളിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതായത് നമ്മുടെ മുടിയുടെ പുറം പാളിയില് ഫാറ്റി ആസിഡിന്റെ നേർത്ത പാളിയാൽ അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മുടെ മുടിയുടെ. ഇത് ഈർപ്പമുള്ളതാക്കുകയും പരസ്പരമുള്ള ഒരു ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണത് അതിന്റെ മുകളിൽ ഉള്ളത്. ആരോഗ്യമുള്ള മുടിക്ക് തിളക്കവും ശക്തിയും കട്ടിയും നൽകാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ, വിവിധ ധാതുക്കൾ, ഫാറ്റി ആസിഡുകൾ എന്നിവ വളരെ ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹെയറിന് പോഷകങ്ങൾ ആവശ്യമാണ്. നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ളതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് പോഷകങ്ങൾ ആവശ്യമാണ്. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ കറക്റ്റ് അത് ഇല്ല എങ്കിൽ, അല്ലാതെ ഒരുപാട് കെമിക്കലുകളൊക്കെ അടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മുടിയെ ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓരോ ഉൽപ്പന്നം തിരഞ്ഞെടുക്കുമ്പോഴും പരസ്യങ്ങൾ നോക്കി വാങ്ങുന്ന, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പരസ്യങ്ങൾ നോക്കി വാങ്ങുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് മുടി സംരക്ഷിക്കുന്നതിൽ അവര് വീക്കായി പോകുന്നവർക്ക് സാധിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉത്തരം, ഉപയോഗിക്കുന്ന ഉൽപ്പന്നം തീർച്ചയായിട്ടും നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള അധികം കെമിക്കൽ രാസവസ്തുക്കളൊന്നും ഉൾപ്പെടാത്ത ഉൽപ്പന്നങ്ങളായിരിക്കണം. അത് നമ്മൾക്ക് അറിയാം, സാധാരണക്കാരായ നമുക്ക് എല്ലാം അറിയുന്ന ഒരു ഘടകം തന്നെയാണ് ഈ കെമിക്കൽ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ട്, ഏത് രീതിയിലുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള അറിവ് നമുക്ക് വളരെ പരിമിതമാണ്. അപ്പൊ അതേക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നമ്മൾ എല്ലാവരും തലയിൽ തേച്ച് കുളിക്കുന്ന എണ്ണ ഏതാന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകളും പറയുന്ന ഒരു സംഭവമാണ് ഞാൻ വെളിച്ചെണ്ണ തേക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മുടെ RCMൽ വെളിച്ചെണ്ണ ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വെളിച്ചെണ്ണ ലഭ്യമാണ്. അങ്ങനെ ഒരുപാട് ഓയിൽസ് നമുക്ക് ലഭ്യമാണ് നമ്മുടെ ഹെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിനു മുമ്പ് നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു സംരക്ഷണം നമ്മുടെ മുടിയിൽ ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് പല പ്രശ്നങ്ങളും മുടിയിൽ സംഭവിക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പല പ്രോബ്ലം ഉള്ള നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുടി ജസ്റ്റ് ഒന്ന് കണ്ണാടിയിലേക്ക് വെറുതെ നോക്കി പോകുന്ന ഒരു അവസരമാണ്. കാരണം നമ്മൾക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടാവുന്ന, നമ്മൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം നമ്മുടെ മുടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് അങ്ങനെയാണോ?
തീർച്ചയായിട്ടും സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഒരാൾക്ക് തല ഉയർത്തി ഒരാളോട് സംസാരിക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഘടകം അദ്ദേഹത്തിന്റെ മുടിയാണ് എന്നുള്ളതാണ്. കാരണം മുടി കൊഴിച്ചിൽ വരുന്നു, മുടി നന്നായി മുടി ഉണ്ടായിരുന്ന വ്യക്തിക്ക് മുടിയെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരാളുടെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്ത് പണ്ട് എനിക്ക് മുടി ഉണ്ടായിരുന്നു എന്ന് വളരെ വിഷമത്തോടെ പറയുന്ന പ്രത്യേകിച്ച് ലേഡീസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മുടിയുടെ പ്രോബ്ലംസ് സ്ത്രീകളെ സംബന്ധിച്ച് കുറെ നീളത്തിൽ കുറച്ച് മുടി ഉണ്ടായിരിക്കും, പക്ഷെ പണ്ടത്തെ തിക്നെസ് ഒക്കെ പോയിരിക്കും, ഒന്നായിട്ട് ഫ്രിസി ആയിട്ട് മുടി ചീപ്പിനുള്ളിൽ കുടുങ്ങി പൊട്ടി ഒരു തരം ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ ആയിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ കടന്നു പോകുന്നത്. കാരണം കുടുംബത്തിലെ തിരക്കുകൾക്കിടയിൽ മുടി ശ്രദ്ധിക്കാൻ പറ്റാതെ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്താണ് മുടി ഒന്ന് ചീപ്പെടുത്തൊന്ന് ചീകി നോക്കുക, അപ്പൊ ശരിക്കും മുടി കെട്ടാനും കൂടി പറ്റാതെ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലേഡീസ് നമുക്കിടയിലുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് ശരിക്കും ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ അവര് ശ്രദ്ധിക്കാറില്ല. എന്റെ മുടിയിൽ പ്രോട്ടീൻ ഉണ്ടോന്ന് ആ ഒരു ചിന്ത ഒരു ലേഡിയുടെ മനസ്സിൽ കൂടെയും കടന്നു പോയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മുടിക്ക് പോഷകങ്ങൾ ആവശ്യമുണ്ട്. നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ മുടി സ്വാഭാവികതയോടുകൂടി തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോ ഇത്തരത്തിലുള്ള മുടികൾ നമ്മൾ കാണാറുണ്ട്. ചില ചേച്ചിമാർക്ക്, ചില അമ്മമാർക്കൊക്കെ നല്ല മുടി നമ്മൾ കാണാറുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു സംരക്ഷണം എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോവാറുണ്ട്. പക്ഷെ നമുക്ക് നാട്ടിൽ പുതിയ നല്ല നല്ല ഉൽപ്പന്നങ്ങൾ പരസ്യം ആയിട്ട് വരുന്ന സമയത്ത് അതിന്റെ പുറകെ പോയിട്ട് മുടി കളയുന്ന പുതിയ തലമുറയെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങളിലേക്ക് വരാം. നമ്മുടെ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു എന്താണ് തലയിൽ തേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഉത്തരം പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ വെളിച്ചെണ്ണ. നമ്മുടെ RCMൽ ലഭ്യമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ, എഡിബിൾ കോക്കനട്ട് ഓയിൽ ആണ്, ഭക്ഷ്യയോഗ്യമായ കോക്കനട്ട് ഓയിൽ ആണ് നമുക്ക് ഉള്ളത്. 100% പ്യുർ കോക്കനട്ട് ഓയിൽ, അതായത് വിത്തൗട്ട് ആഡിങ് എനി പ്രിസർവേറ്റീവ്സ് ഓർ കെമിക്കൽ, യാതൊരു രാസപദാർത്ഥവും കേടുകൂടാതെ സൂക്ഷിക്കുന്ന വസ്തുക്കളും ഒന്നും ചേർക്കാത്ത പ്യുർ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമുക്ക് RCMൽ ലഭ്യമായിട്ടുള്ളത്. ഇത് നമ്മുടെ മുടിയുടെ ഒരു കണ്ടീഷനിങ്ങും, അതായത് നല്ല മോയ്സ്ചറൈസിങ് നൽകുന്ന, അതായത് എന്തിനാണ് നമ്മൾ ഒരു എണ്ണ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം, ഫ്രിസി ആയിട്ട് നിൽക്കുന്ന സമയത്ത് മുടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് തിളക്കം കൊടുക്കാൻ വേണ്ടിയിട്ട്, മിനുസം കൊടുക്കാൻ വേണ്ടിയിട്ട്, മൃദുത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണ തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കുന്നുള്ളതാണ്. അപ്പോ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ മറ്റ് ഓയിലുകളിലേക്ക് പോവാതെ നമ്മൾ വെളിച്ചെണ്ണയെ വിശ്വസിക്കുന്ന അമ്മമാരാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ RCMലെ എഡിബിൾ കോക്കനട്ട് ഓയിൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സാസൻ ഹെയർ ഓയിൽ. സാസൻ ഹെയർ ഓയിലിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ് എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറയും ഡാൻഡ്രഫ് പോവാൻ വേണ്ടിയിട്ട്. ഡാൻഡ്രഫ് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ സാസൻ ഹെയർ ഓയിൽ, അതിൽ 3 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. സാർസൻ എന്ന് പറഞ്ഞാൽ മസ്റ്റാർഡ് ആണ്, നമ്മുടെ കടുക്, നീം, ആര്യവേപ്പ്, സോയാബീൻ, ഇത്രയും 3 ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മുടെ സാർസൻ ഹെയർ ഓയില് നമ്മുടെ സ്കാൽപ്പിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഇത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ സാർസന്റെ ഗുണമാണ് ഞാൻ പറഞ്ഞത്. മസ്റ്റാർഡിന് എത്രയധികം ഗുണങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ കടുകെണ്ണയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ കടുകെണ്ണ മുടിക്ക് ഇത്രത്തോളം ബെനിഫിറ്റ് നൽകുന്നു എന്നുള്ളത് ഈ സാർസൻ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ കൂടെ നീമും കൂടി ആവുന്ന സമയത്ത്, ആര്യവേപ്പും കൂടി ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഗുണമാണ്. അതായത് പിന്നെ നമുക്ക് നമ്മുടെ സ്കാൽപ്പില് വ്രണങ്ങൾ വരാറുണ്ട്, അതായത് പഴുപ്പ്, വ്രണങ്ങൾ, ചെറിയ പരുക്കൾ, കുരുക്കൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് വളരെ ഗുണം ചെയ്യും. കാരണം ആര്യവേപ്പ് നമുക്കറിയാം വളരെയധികം നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പോവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഘടകമാണ് ആര്യവേപ്പ്. അപ്പൊ അതിന്റെ ഒരു സ്വാധീനം നമ്മുടെ ഈ ഒരു ഷിനോൾ സാർസൻ ഹെയർ ഓയിലുണ്ട്. ചുരുക്കി പറഞ്ഞാല് നീം നമ്മുടെ ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യും, നമുക്ക് സ്മൂത്ത് ആൻഡ് ഫ്രിസ് ഹെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് സോയാബീൻ ആണ്. റിച്ച് ഇൻ സ്റ്റിമുലേറ്റിംഗ് ഹെയർ ഗ്രോത്ത് ആണ് അത് സോയാബീന്റെ ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഒത്തിരി ഗുണങ്ങളുള്ള, നമ്മൾ ഏറ്റവും വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ സാർസൻ ഹെയർ ഓയിൽ. കാരണം ഈ സാർസൻ ഹെയർ ഓയിൽ മാർക്കറ്റില് ഭയങ്കര വിലയുള്ള ഒരു സംഭവവും, അത് പിന്നെ നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ട് കിട്ടാൻ വളരെ സാധ്യത കുറവുള്ള ഒരു സംഭവമാണ്. നമുക്ക് ഇത്രയധികം കെമിക്കൽ ഫ്രീ ആയിട്ട് നമ്മുടെ മുടിക്ക് എല്ലാവർക്കും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ്. അതിനെ തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന സാർസൻ ഹെയർ ഓയിൽ. അത് ചുരുക്കി പറഞ്ഞാൽ എന്തെല്ലാം
ആണ് ഒരു സാർസൻ ഹെയർ ഓയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ RCM സാർസൻ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ഗുണമാണ് നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ നമ്മുടെ സ്കാൽപ്പിന് നൽകുന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട രീതി, നമ്മുടെ കൈകളിൽ കുറച്ചെടുത്ത് നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ സാർസം ഹെയർ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ വരുന്ന മാറ്റം, അതായത് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നുള്ളതാണ് നമ്മുടെ സ്കാൽപ്പ്. ഉണങ്ങി വരണ്ട് നിൽക്കുന്ന നമ്മുടെ സ്കാൽപ്പില് കുരുക്കളും പരിക്കളും ഉള്ള നമ്മുടെ സ്കാൽപ്പില് അതൊരു ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഗുണം ചെയ്യും. നമ്മുടെ ഹെയർ ഗ്രോത്ത് നാച്ചുറലായിട്ട് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മെ സഹായിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സ്കാൽപ്പിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഡാൻഡ്രഫിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫ്രിസി ആയിട്ടുള്ള ഹെയർ നമ്മളെ സ്മൂത്ത് ആൻഡ് ഫ്രിസി ഹെയർ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഓയിലാണ് നമ്മുടെ സാർസൻ ഹെയർ ഓയിൽ. ഇത് കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ ഈ സ്കാൽപ്പില് നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഈ ഡാൻഡ്രഫ് വരുന്ന അനുഭവങ്ങൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അപ്പൊ അതിനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ, സാർസൻ ഹെയർ ഓയിൽ. താരൻ വരുന്ന ഏതൊരു വ്യക്തിക്കും പറഞ്ഞു കൊടുക്കാം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് എടുത്ത് നമുക്ക് കൈകളിൽ നമ്മുടെ വിരലുകൾ അതിൽ മുക്കി, ഒരു പാത്രത്തിലെടുത്ത് നമുക്ക് വിരലുകൾ അതിൽ മുക്കി നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചില ആളുകൾ ഇത് ചൂടാക്കാറുണ്ട്, പക്ഷെ ഇത് ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിലുള്ള ഘടകങ്ങൾ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ അത് അധികം ചൂടിലേക്കൊന്നും പോവാതെ നമ്മൾ നോർമലായിട്ട് ആ എണ്ണ നമ്മൾ കൈകളിൽ എടുത്ത് നമ്മൾ നല്ല ചെറുതായിട്ട് നമ്മൾ അധികം സ്കാൽപ്പിലായാലും നമ്മൾ വളരെ റഫായിട്ട് നമ്മൾ നമ്മുടെ ഹെയർ ആയാലും സ്കാൽപ്പ് ആയാലും നമ്മൾ പിന്നെ അതിൽ ഒരു ബലം പിടിക്കാന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു റഫായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഈ ഒരു എണ്ണ കൊണ്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന RCMലെ മറ്റൊരു ഓയിലാണ് ഷിനോൾ നാച്ചുർ കൂൾ ഓയിൽ. ഷിനോളിന്റെ ഒത്തിരി എണ്ണകൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതിൽ വരുന്ന ഒരു ഓയിലാണ് കൂൾ ഓയിൽ. ആ പേര് കേൾക്കുന്ന പോലെ തന്നെ കൂളായിട്ടുള്ള, തലയ്ക്ക് നല്ല തണുപ്പ് നൽകുന്ന ഒരു ഓയിലാണ്. കൂളിംഗ് ഓയിൽ വിഭാഗത്തില് ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസനീയമായ പേരുകളിൽ ഒന്നാണ് സത്യം പറഞ്ഞാൽ ഷിനോൾ നാച്ചുർ കൂൾ ഓയിൽ. അത് ഇതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി ഘടകങ്ങൾ, ഒരുപാട് ഹെർബ്സ്, ഔഷധങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ സസ്യങ്ങളായ നെല്ലിക്കയുടെ ഗുണം നമുക്കറിയാം. നാഗർമോദ എന്ന് പറയുന്ന നാഗർമോദ, ഭൃംഗരാജ്, ബ്രഹ്മി, മണ്ടൂകവർണി, വേപ്പ്, എല്ലാറ്റിനും ഉപരി മെന്തോൾ എന്നിവയുടെ സമതുലിതമായ സംയോജനം ഉപയോഗിച്ചാണ് ചികിത്സാ എണ്ണ വളരെ സൂക്ഷ്മമായിട്ട് ഇത് തയ്യാറാക്കുന്നത്. ചികിത്സാ എണ്ണ നമ്മൾ തെറാപ്പി എണ്ണയായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ നാച്ചുറൽ കൂൾ ഓയിൽ. അതായത് ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകം പറഞ്ഞു, ഭൃംഗരാജ് എന്ന് പറഞ്ഞാൽ കയ്യോന്നിയാണ്. നമ്മൾ കയ്യോന്നി എന്ന് പറയുന്ന സംഭവമാണ് ഭൃംഗരാജ കൂട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് അത്രയധികം നമുക്ക് ഇത്രയും ഹെർബൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ കൂൾ ഓയിൽ. പിന്നെ മണ്ടൂകവർണി എന്നുള്ള പേര് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ ഈ തെങ്ങിന്റെ അടിയിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയില്ലേ, നമ്മൾ കുടകൻ എന്നൊക്കെ പറയും നാട്ടില്, ഈ കുടകൻ എന്ന് പറയുന്നതാണ് ഈ മണ്ടൂകവർണി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വേപ്പ്, അതായത് ആര്യവേപ്പ്, എല്ലാറ്റിനും പിന്നെ മെന്തോൾ. ഇത്രയും ഇൻഗ്രീഡിയൻസ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ്. എനിക്ക് തോന്നുന്നു നമ്മളൊരു എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു തുളസിയോ ഒരു കറിവേപ്പിലയോ ഒക്കെ എടുത്തിട്ട് എണ്ണ കാച്ചുന്ന ആളുകളുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇതിന് കറക്റ്റ് അളവിലെടുത്ത്, ഇത്രയും ഔഷധങ്ങൾ കറക്റ്റ് അളവിലെടുത്ത് അത് പിന്നെ ടെക്നോളജി പ്രകാരം തയ്യാറാക്കിയ നമ്മുടെ ഈ ഒരു കൂൾ ഓയിലിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, നമുക്ക് സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന ക്ഷീണം കുറയ്ക്കാൻ, നമ്മുടെ മനസ്സിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഭാരം കുറഞ്ഞതും സ്വതന്ത്രവുമാക്കുക എന്ന് പറയില്ലേ, നമുക്ക് ഒരു വലിയ ഹെവിനെസ് അനുഭവപ്പെടാറില്ലേ ചില ടെൻഷനൊക്കെ വരുന്ന സമയത്ത്, നമ്മുടെ തലയ്ക്ക് ഭാരം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, നമ്മുടെ ഒരു ദിവസത്തെ ഒരു താളാത്മകത തെറ്റിപ്പോയി കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, ടെൻഷൻ വരുന്ന സമയത്തൊക്കെ നമ്മുടെ തലയ്ക്ക് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടും. ഈ ഭാരത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്വതന്ത്രമാക്കുന്നതിനും ഈ ഒരു എണ്ണ നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മികച്ച ഒരു ഓയിൽ ഫോർമുലേഷൻ ആണ് ഈ ഒരു കൂൾ ഓയിൽ നമുക്ക് ഷിനോൾ തരുന്നത്. ഷിനോൾ നേച്ചർ കൂൾ ഓയിൽ എന്നുള്ളത്, നമ്മളിത് മസാജ് ചെയ്യുന്നത് പോലും നമുക്കൊരു ക്ഷീണം കുറയ്ക്കുകയും ക്രമരഹിതമായ, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഷെഡ്യൂളുകൾ,
മൂലമുണ്ടാകുന്ന തലവേദന അത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ താളം തെറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ കറക്റ്റ് ടൈമിലെ ഭക്ഷണം തെറ്റിക്കഴിഞ്ഞാൽ, നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവുന്ന വാക്കൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭാരമാണ് അതിലേക്ക്, അല്ലെ? നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളുള്ള നമ്മുടെ എന്താ പറയാ സമ്മർദ്ദം നിറഞ്ഞ ഈ ലോകത്ത് എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷെ ആർസിഎമ്മുകാരെ സംബന്ധിച്ച് വളരെ നമ്മൾ ഫ്രീ ആണ്. പക്ഷെ ഒരുപാട് മേഖലയിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന ആസ്വാദ്യകരമായ തണുപ്പ് നൽകുന്ന, ദൈനംദിന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം നൽകുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കൂൾ ഓയിൽ. മറ്റ് ഹെയർ ഓയിലുകളൊന്നും നൽകാത്ത പോഷക ഗുണങ്ങൾ നമ്മുടെ ഷിനോൾ നേച്ചർ കൂൾ ഓയിൽ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ചേരുവകളുടെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മെന്തോൾ വേദനയിൽ നിന്നും തണുപ്പും ആശ്വാസവും നൽകുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നമുക്ക് പലർക്കും അറിയായിരിക്കും ഈ മെന്തോളിനെ കുറിച്ച്. പിന്നെ ഉള്ളത് നമ്മുടെ അമ്ലയാണ്, നെല്ലിക്ക. ഈ നെല്ലിക്കയുടെ സാന്നിധ്യം ശരിക്കും മുടിയുടെ വേരുകളിൽ നിന്ന് തന്നെ മുടിയെ ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. അതായത് അകാല നര തടയാൻ വേണ്ടിയിട്ട്, കാലം തെറ്റി വരുന്ന നര തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ അമ്ല നെല്ലിക്ക എന്ന് പറയുന്നത്. മുടിയിഴകളെ മൃദുവാക്കാൻ വേണ്ടിയിട്ട്, തലയോട്ടിയുടെ അതായത് നമ്മുടെ സ്കാൾപ്പിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോ എന്താണ് നമ്മുടെ കൂൾ ഓയിൽ അടങ്ങിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നമ്മുടെ മെന്തോൾ, അമ്ല, ഈ മുത്തങ്ങ എന്ന് പറയുന്ന സംഭവം, പിന്നെ ഭൃംഗരാജ്, ഇത്രയും ഘടകങ്ങൾ, ബ്രഹ്മി, പിന്നെ മണ്ടൂകവർണി, ആര്യവേപ്പ്, നമുക്ക് പറഞ്ഞാൽ തീരില്ല അത്രയധികം ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ കൂൾ ഓയിൽ. ഈ ശരിക്ക് ഈ ഒരു യോഗിയുടെ ചിത്രമാണ് നമ്മൾ അതിൽ കാണുന്നത്. ഒരു യോഗി ധ്യാനിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്രത്തോളം തണുപ്പ് കിട്ടുമോ, എത്രത്തോളം ശാന്തി കിട്ടുമോ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഈ ഒരു ഉൽപ്പന്നം കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുക, സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കുക, എല്ലാവരെയും ഉപയോഗിപ്പിക്കുക, എല്ലാവരും സ്ട്രെസ് ഫ്രീ ഉള്ളവരായിട്ട്, ഒരു സ്വതന്ത്രരായിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ ഒരു പ്രൊഡക്റ്റിലൂടെ. അപ്പൊ ഈ നിങ്ങളുടെ ഷിനോൾ ഓയിൽ ഉപയോഗിച്ചാൽ, നിങ്ങളുടെ ഷിനോൾ കൂൾ ഓയിൽ ഉപയോഗിച്ചാൽ എന്ത് ഗുണമാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് സുഖകരമായ തണുപ്പ് പ്രദാനം ചെയ്യുകയും നമുക്ക് സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന വേദന, തലവേദന, ഇതെല്ലാം ഒഴിവാക്കാൻ ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ മുടിയുടെ വേരുകളിൽ നിന്ന് മുതൽ മുകളിലേക്ക് മുടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അകാല നരയെ തടയുന്നുണ്ട്, മുടിയിഴകൾ മൃദുവാക്കുന്നുണ്ട്, തലയോട്ടിയിലെ ചൊറിച്ചിൽ തടയുന്നതിന്, അല്ലെ? നമുക്ക് ചൊറിച്ചിലൊക്കെ ഈ വേനൽക്കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. താരൻ നിയന്ത്രിക്കുന്നതിനും ഈ ഒരു ഘടകങ്ങളെല്ലാം, ഈ ഔഷധങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മുടിയിഴകളിൽ രോമകൂപങ്ങളെ, അതായത് സ്കാൽപ്പിൽ നിന്നും അടിവേരിൽ നിന്നും തുടങ്ങുന്ന നമ്മുടെ മുടിയുടെ രോമകൂപങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തലയോട്ടിയിലെ വീക്കം, വ്രണങ്ങള്, പഴുപ്പ് ഇവ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ നരച്ച മുടിക്കാർക്ക് ആ മുടി ഒന്ന് മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് മികച്ച ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദിവസത്തിൽ 2 തവണ ഈ ഷിനോൾ നേച്ചർ കൂൾ ഓയിൽ കുറച്ചെടുത്തിട്ട് നമ്മുടെ തലയോട്ടിയിൽ മൃദുവായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തലയോട്ടിയിലും നമ്മുടെ മുടിയുടെ മുഴുവൻ നീളത്തിലും നമുക്ക് ഉപയോഗിക്കാം. ഈ പ്രകൃതിദത്ത ചേരുവകൾ ശരിക്കും നമുക്ക് ചേർത്ത ആ ഒരു ഗുണം നമുക്ക് ഈ ഒരു ഉപയോഗത്തിലൂടെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മുടെ ഒരു അടിപൊളി ഉൽപ്പന്നമാണ് ഷിനോൾ ഹെർബൽ ഹെയർ ഓയിൽ. ഹെർബൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. പക്ഷെ മാർക്കറ്റിലുള്ള പല ഉൽപ്പന്നങ്ങളിലും ഹെർബൽ എന്ന് എഴുതി വെക്കുക എന്നല്ലാതെ ഔഷധങ്ങൾ പൂർണ്ണമായിട്ടും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരിക്കും. പക്ഷെ നമ്മുടെ ഷിനോൾ ഹെർബൽ ഹെയർ ഓയിലിന്റെ പ്രധാന സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാതരം മുടിക്കും അനുയോജ്യമായ, അതാണ് അതിന്റെ പ്രത്യേകത, എല്ലാതരം മുടിക്കും അനുയോജ്യമായ, അത് പ്രധാന ശ്രദ്ധ ആകർഷിക്കുന്ന ഷിനോൾ ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ നമുക്ക് ആർസിഎമ്മിൽ ലഭ്യമാണെന്നുള്ളതാണ്. മുടിക്കും തലയോട്ടിക്കും ആവശ്യമായ പോഷക മൂല്യങ്ങൾ നൽകുന്നതിന് നമ്മൾ ഏറെ കാലമായിട്ട് ഈ ആളുകൾ ഹെർബൽ ഓയിൽ ചോദിച്ചു നടക്കാറുണ്ട്. അത് നല്ലതാണെന്ന് ആൾക്കാർക്ക് അറിയാം, പക്ഷെ നമുക്ക് കിട്ടാനില്ല ഇത്രയും പ്യുവർ ആയിട്ടുള്ള ഉൽപ്പന്നം. പതിവായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ എണ്ണയുടെ മികച്ച ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ അമ്ലയുണ്ട്, ബ്രഹ്മിയുണ്ട്, ഒരു ഘടകം കൂടി അധികമായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്, തുളസി. റൈസ് ബ്രാൻ ഉണ്ട്. റൈസ് ബ്രാനിലെ പ്രത്യേകത നമുക്കറിയാം, വൈറ്റമിൻ ഇ ധാരാളമായിട്ടുള്ളൊരു ഓയിലാണ് നമ്മുടെ ഹെർബൽ ഹെയർ ഓയിൽ.
ഈ ഇത്രയധികം വിലയേറിയ ഔഷധങ്ങളുടെ ഒരു മികച്ച സംയോജനം തന്നെയാണ് നമുക്ക് ഈ ഒരു ഹെർബൽ ഓയിലൂടെ കിട്ടുന്നത്. അതായത് പിന്നെ അമ്ലയിട്ട എണ്ണ ഈ മുടി വേരുകളിൽ നിന്ന് ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ്. ഈ അമ്ലയുടെ പ്രത്യേകത അത് തന്നെയാണ്. പ്രായമാകുന്നതിന് മുമ്പുള്ള നര തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചെറിയ കുട്ടികൾക്ക് പോലും മുടി നരയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ കാണാറുണ്ട്. അപ്പൊ അത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇത് കൂടാതെ ഇത് ഉപയോഗിക്കുന്നതിലൂടെ മുടിയിഴകളെ മൃദുവാക്കുകയും മുടിക്ക് നല്ല ഭംഗിയിൽ നമുക്ക് മുടിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണ് ഭംഗിയിൽ മുടിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്ന് ചോദിച്ചാൽ, മുടി ഫ്രിസ് ആയിട്ട് ഇങ്ങനെ പറന്ന് കളിക്കുന്ന അത് നേരത്തെ പൊട്ടിപ്പോകുന്ന തരത്തിലാണെങ്കിൽ നമുക്ക് മുടി ഒതുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള മുടിക്കാർക്കൊക്കെ ഈ ഒരു എണ്ണ, ഈ ഹെർബൽ ഓയിൽ യൂസ് ചെയ്യാം. മുടിയുടെ എന്താ പറയാ, മുടിയുടെ ചികിത്സയ്ക്കുള്ള അറിയപ്പെടുന്ന ഔഷധമാണ് ശരിക്കും ബ്രഹ്മി എന്ന് പറയുന്നത്. നമുക്കറിയാം ബ്രഹ്മിയുടെ ഗുണങ്ങൾ നമുക്കറിയാം. ഈ ബ്രഹ്മിയുടെ സാന്നിധ്യം ഈ എണ്ണയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ വേരുകളെ പോഷിപ്പിക്കുന്നതിന്, മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വലിയ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു ചേരുവ എന്ന് പറയുന്നത് തുളസിയാണ്. അപ്പൊ തുളസി ഒരുപാട് ഗുണങ്ങളുള്ള തുളസിയുടെ ഗുണങ്ങൾ നമുക്കറിയാം. കേശ സംരക്ഷണത്തിൽ ഈ ഒരു ഔഷധത്തെ, അതായത് ഈ ഒരു തുളസിയെ ഉൾപ്പെടുത്താൻ തന്നെ കാരണം താരം കുറയ്ക്കാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒത്തിരി എണ്ണകളെ കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ട് ഓരോന്നിനും. അപ്പൊ ഞാൻ ഏത് ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ, എന്താണ് നമ്മുടെ മുടിയുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കിയ ശേഷം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ വൈറ്റമിൻ ഇ ധാരാളം ഉള്ളത് കൊണ്ട് ഇതില് റൈസ് ബ്രാൻഡ് കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ ഇ ധാരാളം ഉണ്ട്. മുടിയുടെ സ്വാഭാവിക ഇലാസ്തികത എന്ന് പറയും. അതായത് ഒരു മുടി മറ്റേ മുടിയുമായിട്ട് കെട്ടിപ്പിണഞ്ഞ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ആ ഒരു സ്വാഭാവിക ഇലാസ്തികത നിലനിർത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അപ്പൊ ആ ഒരു മുടിയുടെ സ്വാഭാവിക ഇലാസ്തികത നിലനിർത്താൻ റൈസ് ബ്രാൻ ഓയിൽ നേരത്തെ മുകളിൽ പറഞ്ഞ ഔഷധങ്ങളുമായിട്ട് സംയോജിപ്പിക്കുമ്പോൾ മുടിയുടെ അറ്റം പൊട്ടുന്നതും മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്നതിന് ഉള്ള ആ ഒരു കാരണങ്ങളെ ഇത് തടയുന്നുണ്ട്. അത് മുടി പിളർന്നു പോകുന്നതിനൊക്കെ ഇത് വലിയൊരു പരിഹാരമാണ് നമ്മുടെ ഹെർബൽ ഹെയർ ഓയിൽ. ഷിനോൾ ഹെർബൽ ഹെയർ ഓയിൽ എന്നാണ് ഇതിന്റെ പേര്. ഈ ഷിനോൾ ഹെർബൽ ഹെയർ ഓയിൽ വിറ്റാമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ നമുക്കിത് മുടിയുടെ മോയ്സ്ചറൈസ് ചെയ്യുന്നതിനുള്ള അഗാധമായ ഒരു ഘടകമാണ് ഈ ഒരു ഓയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് വളരെയധികം ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ആളുകൾക്ക്, മുടിക്ക് ഒരു തരത്തിലും ഒരു ഓയിൽ ഇല്ല, മുടി വളരെ ഡ്രൈ ആണ് എപ്പോഴും എന്ന് തോന്നുന്ന ആളുകൾക്ക് നമുക്കിത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആരോഗ്യമുള്ള മുടി സംരക്ഷണം നൽകുന്നതിനുള്ള ഒരു മികച്ച ഹെയർ ഓയിൽ ഫോർമുലേഷൻ ആണ് ഷിനോൾ ഹെർബൽ ഹെയർ ഓയിൽ. നമ്മൾ പ്രധാന സവിശേഷതകൾ ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ തലയോട്ടിയിൽ ഈർപ്പം നിലനിർത്താൻ ഈ ഒരു എണ്ണ ഉപയോഗിക്കണം. അതായത് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു എണ്ണ. അതായത് പ്രകൃതിദത്ത ഔഷധ സസ്യങ്ങൾ മുടിയുടെ കേടുപാടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടെന്ന് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കണം. നമ്മൾ എന്ത് കാര്യവും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വലിയൊരു സുഖമായിരിക്കും, വലിയൊരു റിസൾട്ട് ആയിരിക്കും തരിക. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള മുടി നരയ്ക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, അത് നിയന്ത്രിക്കുന്നതിനുള്ള മികച്ച ഓപ്ഷനാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്. നമ്മൾക്ക് ആരോഗ്യമുള്ളതും തിളങ്ങുന്നതുമായ മുടി ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന, നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മികച്ച എണ്ണയാണ് ഈ ഒരു ഔഷധ സസ്യങ്ങളുടെ, ഈ ഒരു ഔഷധങ്ങളുടെ ഒക്കെ തികഞ്ഞ മിശ്രിതമായ ഈ ഒരു എണ്ണ. ഇത് ആരോഗ്യമുള്ള മുടി വളർച്ചയെ തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന മികച്ച ഔഷധങ്ങൾ തന്നെ അംല, ബ്രഹ്മി, തുളസി, ഈ പറഞ്ഞ റൈസ് ബ്രാൻ ഓയിൽ, വൈറ്റമിൻ ഇയുടെ സാന്നിധ്യം, ഒരു മികച്ച എല്ലാത്തിനും കൂടെ ഉള്ള ഒരു സംയോജനമാണ് നമ്മുടെ ഈ ഒരു ഓയിൽ. മറ്റൊരു പ്രത്യേകത, ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം വൈറ്റമിൻ ഇ തന്നെയാണ്. അതായത് പിന്നെ നമ്മുടെ വേരുകൾ മുതൽ മുകളിലേക്ക് മുടിയെ ശക്തിപ്പെടുത്തുന്നതിന് ഇത് വൈറ്റമിൻ ഇക്ക് വലിയൊരു സ്വാധീനമുണ്ട്. മുടി ഇഴകളെ മൃദുവാക്കുന്നതിന് വലിയൊരു സ്വാധീനം, അതായത് നമ്മുടെ തലയോട്ടിയിലുള്ള സ്കാൽപ്പിലുള്ള ചൊറിച്ചിൽ തടയുന്നതിന് വലിയൊരു സ്വാധീനം വരുന്നുണ്ട്. താരം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഘടകമാണ് ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. കാരണം സ്കാൽപ്പിൽ നല്ല മോയ്സ്ചറൈസിങ് കിട്ടിക്കഴിഞ്ഞാൽ, നല്ല പിന്നെ വൈറ്റമിൻ ഇ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ അടർന്നു പോവാന്നൊക്കെ പറയും, ഈ തൊലി, നമ്മുടെ സ്കാൽപ്പിലുള്ള തൊലി അടർന്നു പോകുന്നതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, മികച്ച ഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. 2 തവണ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് മുടിയിൽ ഉപയോഗിക്കാം, നമുക്ക് മുടി ഇഴകളിൽ ഉപയോഗിക്കാം, സ്കാൽപ്പിൽ ഉപയോഗിക്കാം. നമുക്ക് നമ്മളിൽ ഓരോരുത്തർക്കും ആളുകൾക്ക് സംശയമാണ്, ഇത് സ്കാൽപ്പിൽ മാത്രമാണോ പറ്റുക, മുടിയിൽ പറ്റുമോ, മുടിയിലാണോ പറ്റുക, സ്കാൽപ്പിൽ പറ്റുമോ, അങ്ങനെയുള്ള ഡൗട്ട് ഉണ്ട്. നമ്മൾ ഇപ്പോ RCM പറഞ്ഞുകൊണ്ടിരിക്കുന്ന
ഹെയർ ഓയിലുകളെ സംബന്ധിച്ച് ഒരുപാട് ഔഷധങ്ങളുള്ള ഓയിലുകളാണ് ഓരോന്നും. അത് നമ്മൾ നന്നായിട്ട് റിസൾട്ട് കിട്ടാൻ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തൊരു എണ്ണയിലേക്ക് നമുക്ക് വരാം. ഷിനോൾ ഹെയർ റെവിറ്റലൈസർ ഓയിൽ. നമ്മൾ പലരും ഇത് വാങ്ങി ഉപയോഗിച്ചിരിക്കും, പക്ഷെ അതിന്റെ ഗുണങ്ങളൊന്നും നമുക്ക് അറിയണ്ടായിരിക്കില്ല. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു എണ്ണയാണ് തീർച്ചയായിട്ടും ഹെയർ റെവിറ്റലൈസർ ഓയിൽ. ഈ പേര് പോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ജെതമാൻസി ടീ ട്രീ ഓയിൽ വൈറ്റമിൻ ഇ. എന്താണ് ഈ ജെതമാൻസി? നമ്മൾ പേര് കേട്ടിട്ടുണ്ടാവും. ഇത് വളരെയധികം നമ്മൾ ഹിമാലയ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു ചെടിയാണ് ശരിക്കും ജെതമാൻസി. ഈ ജെഡമാൻസി എന്ന് പറയാറുണ്ട്, ജെഡമാൻസി എന്ന് പറയാറുണ്ട്. പലതരത്തിലും ഇത് പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഇത് നമുക്ക് ഹിമാലയ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു ശീത സ്വഭാവമുള്ള ഒരു ഘടകമാണ്. ഇത് ശീതവീര്യം കൂടുതലാണ്. അതുകൊണ്ട് സമൃദ്ധമായിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ജെഡമാൻസി. അത് മാത്രമല്ല, ഈ ശീതവീര്യം ഉള്ളത് കൊണ്ട് തന്നെ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്, മാനസികമായ പിരിമുറക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ സഹായം ഈ ഒരു ജെഡമാൻസി എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് നമുക്ക് ഈ ഒരു ഓയിലിൽ ഉൾപ്പെടുത്തിയത് മൂലം നമുക്ക് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് ഈ ജെഡമാൻസിയുടെ ഗുണങ്ങൾ എന്ന് ചോദിച്ചാൽ, ഈ തണുപ്പ് കിട്ടുക മാത്രമല്ല, ഒരു ശീത സ്വഭാവം കാണിക്കുക മാത്രമല്ല, ആ ഒരു തണുപ്പിലൂടെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹെയർ ഫാള്, നമ്മുടെ മുടി കൊഴിച്ചില് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മുടിയുടെ കളറ്, നല്ല കറുപ്പ് മുടി വേണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ തവിട്ട് കളറിലേക്ക് പോവുക, മുടിക്ക് കളറ് കുറയുക. ചില ആളുകളുടെ മുടി കാണുമ്പോൾ നിങ്ങൾ കളർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന വരെ അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിലുള്ള കൊളാജനൊക്കെ നഷ്ടപ്പെട്ട മുടി വലിയ എന്താ പറയാ, ഒരു ബ്ലാക്ക് കളർ ഇല്ല, ഒരു മിനുസല്ല, ഒരു തിളക്കമില്ലാത്ത മുടിക്കൊക്കെ ആ മുടി നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നല്ല മോയ്സ്ചറൈസിങ് കൊടുക്കുന്ന, ഡ്രൈ ഹെയറിന് മോയ്സ്ചറൈസിങ് കൊടുക്കുന്ന ഒരു ഘടകമാണ് ഈ ജെതമാൻസി. എൻഹാൻസസ് സ്കാൾപ്പ് ഹെൽത്ത്, നമ്മുടെ സ്കാൾപ്പ് ഹെൽത്തിന്, പിന്നെ നമ്മുടെ തലയോട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഷൈനിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ മുടി നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മുടിയിഴകള് ഇപ്പൊ ഒന്നും ചെയ്യാത്ത മുടി, യാതൊരു മറ്റു മാർക്കറ്റിലുള്ള പലതും ഉപയോഗിച്ച് ഫ്രിസി ആയി പോയ മുടിയൊക്കെ നമ്മൾ അതിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ജെഡമാൻസിയുടെ കൂടെ പറഞ്ഞ ഘടകമാണ് ടീ ട്രീ ഓയിൽ. ടീ ട്രീ ഓയിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഓയിലാണിത്. അപ്പൊ സമൃദ്ധമായിട്ട് മുടി വളർച്ച കിട്ടുക മാത്രമല്ല, നമുക്ക് ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് സഹായിക്കുന്നുണ്ട് ഈ ഒരു ഓയിൽ. ഈ ഒരു ഓയിലിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കുളി കഴിഞ്ഞ ശേഷം അപ്ലൈ ചെയ്യാവുന്ന ഒരു അടിപൊളി ഓയിലാണ് ഹെയർ റെവിറ്റലൈസർ ഓയിൽ. കുളി കഴിഞ്ഞ ശേഷവും നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട്, നമ്മുടെ മുടിയിൽ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാനിത് ബിഫോർ ഉപയോഗിച്ചു, കുളിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ പറ്റും. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക നമ്മൾ കുളി കഴിഞ്ഞ് ആ ഒരു ചെറിയ വെറ്റിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് എണ്ണകളെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഓയിലുകളൊക്കെ ഉപയോഗിച്ചിട്ടും എനിക്ക് മുടി കൊഴിയുന്നു എന്ന് പരാതി പറയുന്ന ചില ആളുകളുണ്ട്. അവര് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചോ, കൺസിസ്റ്റൻസി നിലനിർത്തിയോ എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടും എനിക്ക് മുടി, നമ്മുടെ സ്കാൾപ്പ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത്. തീർച്ചയായിട്ടും ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഷാമ്പു ഉപയോഗിച്ചിരിക്കണം. അപ്പൊ അത് ഹെയർ കെയറിന്റെ ഭാഗം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ എണ്ണകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയുള്ള നമ്മൾ മുടിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു ശ്രദ്ധയൊക്കെ കൊടുത്തു തുടങ്ങിയെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരു 2 3 തവണ നമുക്ക് ഷാമ്പു ഉപയോഗിക്കാം. അപ്പൊ ഏത് തരത്തിലുള്ള ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് നമുക്ക് അറിയില്ലായിരിക്കും. നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ലഭ്യമാണ് നമ്മുടെ RCM. ഷിനോൾ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പേര് പോലെ തന്നെ ഡാൻഡ്രഫിനെതിരെ പൊരുതുന്ന ഘടകമുള്ള ഒരു ഷാമ്പു ആണ് നമ്മുടെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു. സ്വാഭാവികമായും താരനിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിന്, നമ്മുടെ മുടിക്ക് ആരോഗ്യം ലഭിക്കുന്നതിന് ഷിനോൾ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പപ്പായയുടെ ചിത്രം കാണുന്നുണ്ട് അല്ലേ. അത് കാണുന്ന സമയത്ത് നമ്മൾ റോസ്മേരി, പപ്പായ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഗ്വാർബി എന്ന് പറയുന്ന ഒരു ഘടകം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു പയറുവർഗമാണിത് ഗ്വാർബി. അതായത് പ്രകൃതിദത്ത കണ്ടീഷണർ ആണ് ഈ ഗ്വാർ എന്ന് പറയുന്നത്.
അതായത് ഗം കൊണ്ട്, ഈ ഗ്വാറില് ഗം കൊണ്ട്, ഈ പശിമ പോലുള്ള ഒരു സാധനമുണ്ട് ഈ ഒരു പയറുവർഗത്തില്. ഈ ഗ്വാർ എന്ന് പറയുന്നത് ഉള്ള ഒരു പയറില് ഗം കൊണ്ട്, അതായത് പശിമ കൊണ്ട് വളരെയധികം സമ്പുഷ്ടമാണ്. ഇത് മുടിയുടെ അറ്റം പിളരുന്നത് തടയാനും മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഈ ഷിനോൾ ആന്റി ഡാൻഡ്രഫ് ഷാംപൂവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ പപ്പായ, റോസ്മേരി തുടങ്ങിയ ഘടകങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആന്റി ഫംഗൽ, ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ ഈ ഒരു ഷാംപൂവിനുണ്ട്. ഇതിന്റെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും നമ്മുടെ താരൻ ചികിത്സയ്ക്ക് നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ ഒരാൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ വരേണ്ട ഒരു ഷാംപൂ ആണ് തീർച്ചയായിട്ടും ഈ ഒരു ഷാംപൂ എന്ന് പറയുന്നത്. അതായത് തലയോട്ടിയിൽ വളരെയധികം ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ആളുകൾക്ക്, നല്ല ബുദ്ധിമുട്ട്, താരൻ കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് നമുക്ക് ഈ ഒരു ഡാൻഡ്രഫ് ഷാംപൂ സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ഇതില് വൈറ്റമിൻ ഇയും പപ്പായ, റോസ്മേരി എന്നീ ഘടകങ്ങളുണ്ട്. അതായത് സെബം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയില്ലേ, നമ്മുടെ ഫേസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ഓയിൽ, എന്താ പറയാ, ഓയിലി ഫേസ് എന്ന് പറയുന്ന പോലെ ഈ സെബം ഉൽപ്പാദിപ്പിക്കപ്പെടുക, കൺട്രോൾ ഇല്ലാതെ എണ്ണ തേക്കാത്ത ആളുകൾക്ക് എപ്പോഴും ഒരു തരം ഒരു ഒട്ടൽ അനുഭവപ്പെടുക. ആ ഒരു സെബം ഉൽപാദനം സന്തുലിതമാക്കിയിട്ട് ആഴത്തിലുള്ളൊരു കണ്ടീഷനിങ് നൽകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഏജന്റ് ആയിട്ട് ഇതിലുള്ള ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കൊളാജൻ ഉൽപാദനത്തെ, നമുക്കറിയാം മുടിയുടെ സ്വാഭാവികത നിലനിർത്തുന്നതിൽ വലിയൊരു ഘടകമാണ് കൊളാജൻ. അപ്പൊ ഇത് കൊളാജൻ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുകയും മുടിക്ക് സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ എല്ലാത്തിനും ഉപരി റോസ്മേരി ഷിനോൾ ആന്റി ഡാൻഡ്രഫ് ഷാംപൂവിൽ ഏറ്റവും വലിയ ഘടകം നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പയറുവർഗത്തിൽപ്പെട്ട ഗ്വാർ തന്നെയാണ്. കാരണം അതിന്റെ ഒരു ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഗുണങ്ങൾ, നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയില്ലേ, ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ ഈ ആന്റി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും ഫംഗസിനെയും ഒക്കെ തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് തലയോട്ടിക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം. ഈ പപ്പായ ആയിക്കോട്ടെ, റോസ്മേരി ആയിക്കോട്ടെ, ഇത് മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് വലിയ ഒരു സ്വാധീനമുണ്ട്. അതായത് മുടി കൊഴിച്ചിൽ, ഈ ഷിനോൾ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ നമ്മളിപ്പോ പറഞ്ഞതിലെല്ലാം ശരിക്ക് വാക്കാൽ പറയാൻ പറ്റില്ല, അതിലും അപ്പുറമാണ് ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് വിപുലമായ ശുദ്ധീകരണം, നമ്മുടെ സ്കാൽപ്പിൽ വിപുലമായ ശുദ്ധീകരണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ നുരയും പതയും വരില്ലേ, ആ പത മൊത്തം നമ്മുടെ സ്കാൽപ്പിനെ മൊത്തം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ ഈ ഒരു ഷാമ്പൂവിലുണ്ട്. അതായത് കറക്റ്റ് പ്രകൃതിദത്തമായ ഒരു പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. സ്വാഭാവിക ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, മുടി തഴച്ചു വളരുന്നതിന് വേണ്ടിയിട്ട്, തിളക്കമുള്ളതും നമ്മുടെ സ്വാഭാവികമായിട്ട് ശക്തവുമാക്കുന്നതിനുള്ള പ്രാധാന്യം നൽകുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഷാമ്പൂ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ഷാമ്പൂവിലും സോപ്പിന്റെ കണ്ടന്റ് വളരെ അധികമാണ്. നമ്മുടെ ഈ ഷിനോൾ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂവിൽ കഠിനമായ സോപ്പ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ താരനെതിരെ, ഫംഗസുകളുടെ വളർച്ച കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മൃദുവായ ആഴത്തിലുള്ള സുഷിരമുള്ള തലയോട്ടിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷാമ്പു നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ ഒരു ഷാമ്പുവിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീ പോയിന്റ്സ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് മുടിയുടെ അറ്റം പിളരുന്നത് കുറയ്ക്കും, മുടി പൊട്ടിപ്പോകുന്നത് തടയും, മുടിക്ക് ആഴത്തിൽ പോഷണം നൽകും, സ്വാഭാവിക കണ്ടീഷനിങ് നൽകാൻ സഹായിക്കുന്ന ഷാമ്പു ആണ്. ആരോഗ്യകരമായ തലയോട്ടി, ചൊറിച്ചിൽ കുറഞ്ഞ തലയോട്ടി, കാരണം ആന്റി ഫംഗലാണ്, ആന്റി മൈക്രോബയൽ, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ഷാമ്പു ആണിത്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ തലയോട്ടി നിലനിർത്താൻ വേണ്ടിയിട്ട്, താരൻ ഫലപ്രദമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ സ്വാഭാവിക ഈർപ്പം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കാരണം, ഡ്രൈനെസ് നമ്മളെ മുടി വളർച്ചയെ വളരെയധികം കുറയ്ക്കും. നമ്മൾ മനസ്സിലാക്കണം, വളരെയധികം വരണ്ട മുടി എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്ത ഈർപ്പം നമ്മൾ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതിന് സഹായിക്കുന്ന ഒരു ഷാമ്പു ആണിത്. തിളക്കമുള്ളതാക്കുന്ന ഷാമ്പു ആണ്. നമ്മുടെ മുടിയിഴകളെ ശക്തമാക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഷാമ്പു ആണ് നമ്മുടെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെബം ഉൽപാദനത്തെ സന്തുലിതമാക്കി ആരോഗ്യമുള്ള മുടിക്ക് വേണ്ട കൊളാജൻ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഘടകങ്ങൾ അടങ്ങിയ ഒരു അടിപൊളി ഷാമ്പു ആണ് നമ്മുടെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ റിസൾട്ടാണ് നൽകുക. ഡ്രൈ ആയിട്ടുള്ള തലയിലേക്ക് നേരിട്ട് ഷാമ്പു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമുക്ക് മുടി ഇഴകളിലേക്കും ഷാമ്പു ഉപയോഗിക്കാം. 100% റിസൾട്ട് നൽകുന്ന
ഡാൻഡ്രഫിനെതിരെ പോരാടുന്ന ഒരു ഷാമ്പു ആണ് നമ്മുടെ ആന്റി ഡാൻഡ്രഫ്. നേരത്തെ ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗുണം നൽകുന്ന ഒരു എണ്ണയാണ് സാർസൺ ഹെയർ ഓയിൽ എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു സാർസൺ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ 100% റിസൾട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും മുടി വളർച്ച ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷിനോൾ സാർസൺ ഹെയർ ഓയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് അരമണിക്കൂറിന് ശേഷം ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. ഇങ്ങനെ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഡാൻഡ്രഫിന് 100% ശമനം കിട്ടും. അങ്ങനെ ശമനം കിട്ടിയ ശേഷം ഇത് മാറ്റിവെച്ച് നമ്മൾ ഇതിൽ പറയുന്ന ഏത് ഓയിലാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത്, നിങ്ങളുടെ തലയോട്ടിക്ക് നിങ്ങളുടെ മുടിക്ക് അനുയോജ്യമായത് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ഓയിൽ സെലക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഉപയോഗത്തിലൂടെ, കണ്ടിന്യൂസ് ആയ ഉപയോഗത്തിലൂടെ, പരിചരണത്തിലൂടെ നമുക്ക് മുടിയെ 100% സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം മുടി കൊഴിച്ചിലിന്റെ ഒക്കെ ഒരു ഘടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താരനാണ്. അത് ട്രീറ്റ് ചെയ്ത ശേഷം വേണം നമ്മൾ പരിചരണത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്, മുടി വളർച്ചയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്ന ഷാമ്പു ആണ് ഷിനോൾ ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പു. പേര് പോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിന് മുൻതൂക്കം നൽകുന്ന ഒരു ഷാമ്പു. മുടി പൊട്ടിപ്പോകുന്നതിനെ, മുടി കൊഴിഞ്ഞു പോകുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഷാമ്പു. പല ആളുകൾക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ഷാമ്പു ആണ്, കാരണം ഇതിന്റെ സ്മെല്ലൊക്കെ വളരെ അടിപൊളിയാണ്. ഇത് മുടി കൊഴിച്ചിൽ പറയുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് ചികിത്സിച്ചിട്ട് വേണം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സാർസനും ഡാൻഡ്രഫ് ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് മാറ്റിയ ശേഷം നമുക്ക് സ്ഥിരമായിട്ട് ഈ ഷാമ്പു ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പൊ മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും നമ്മെ മുടിക്ക് പോഷണം നൽകാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു ആന്റി ഹെയർ ഫാൾ ഷാമ്പു എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം, നമ്മുടെ ഈ ഒരു ഷാമ്പുവിന്റെ ഒരു പ്രത്യേകത നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട, എഴുതി വെക്കേണ്ട ഒരു സംഭവമാണ്. 2-in-1 പ്രവർത്തനമുള്ള പ്രകൃതിദത്ത ചേരുവകൾ അടിസ്ഥാനമാക്കിയുള്ള ഷാമ്പു ആണ് ഈ ഒരു ഷിനോൾ ആന്റി ഹെയർ ഫാൾ ഷാമ്പു. ഇത് ഹൈഡ്രോലൈസ്ഡ് ഗോതമ്പ് പ്രോട്ടീൻ കൊണ്ട് സമ്പുഷ്ടമാണ്. വളരെ ഹൈഡ്രോലൈസ് ചെയ്ത ഗോതമ്പ് അടിസ്ഥാനമാക്കിയുള്ള പ്രോട്ടീൻ സജീവമാണ് നമ്മുടെ ഈ ഒരു ഷാമ്പു. ഇതിന്റെ പ്രയോജനകരമായ ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ മുടിയിലേക്ക് ആഴത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മുടി നന്നാക്കുന്നതിനുള്ള മികച്ച സംരക്ഷണമായിട്ട് അത് മാറുന്നു. അമിതമായ പൊട്ടൽ മൂലമുള്ള മുടി കൊഴിച്ചിൽ പരിമിതപ്പെടുത്താൻ ഇത് വലിയ സഹായം ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇത് ഉള്ളിൽ നിന്ന് പുനർനിർമ്മാണവും സംരക്ഷണവും നൽകുന്ന ഒരു ഷാമ്പു ആണ്. നാച്ചുറൽ ആയിട്ടുള്ള, അതായത് പ്രകൃതിദത്തമായ ഒരു ഘടകമായതിനാൽ ഇത് നമ്മുടെ മുടിയുടെ മിനുസത്തെ വർദ്ധിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ദൈനംദിന സമ്മർദ്ദങ്ങളിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ കവചം സൃഷ്ടിക്കുന്ന ഒരു ഘടകം, അതായത് വളരെ ഫലപ്രദവും പാറ്റന്റ് ഉള്ളതുമായ ഒരു കണ്ടീഷനിങ് ഏജന്റ് കമ്പനി നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ചേർത്തിട്ടുണ്ട്. ക്യൂട്ടി എസൻഷ്യൽ TM18 MEA40 എന്നാണ് ശരിക്കും അതിന്റെ നെയിം വരുന്നത്. നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ് ആ ഒരു ഇത്. നമ്മുടെ RCM ആപ്പ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഡെസ്ക്രിപ്ഷൻ കിട്ടുന്ന സമയത്ത് അതിൽ ഈ ഒരു ഏജന്റിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി നമുക്കായിട്ട് ഒരു സൈറ്റ് അഡ്രസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഷാമ്പുവിന്റെ പ്രത്യേകത, പാറ്റന്റ് ഉള്ള സംഭവമാണ്, എല്ലാ ഷാമ്പൂവിലും നമുക്ക് പൊതുമാർക്കറ്റിൽ കിട്ടില്ല എന്നുള്ള ഒരു അറിവ് എത്ര പേർക്കുണ്ട് നമ്മൾ ഇരിക്കുന്നത്. അത്രയധികം സ്പെഷ്യാലിറ്റി ഉള്ള ഷാമ്പു ആണിത്. പിന്നെ ഒന്നുകൂടി ഞാൻ പേര് പറഞ്ഞുതരാം. ക്യൂട്ടി എസൻഷ്യൽ 18 MEA40 എന്ന് പറയുന്ന പാറ്റന്റ് ഉള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഏജന്റ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. മുടിയെ അതിന്റെ സ്വാഭാവിക ഹൈഡ്രോഫോബിക് അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണിത്. വെറുതെ പേരിട്ടതല്ല ഇതിനിങ്ങനെ ഒരു പേര്. അതായത് ഇതിനിങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത് ഷിനോൾ ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പു എന്ന് വെറുതെ പേരിട്ടതല്ല. 100% ഹെയർ ഫോളിനെ തടയുക തന്നെ ചെയ്യും. അപ്പോൾ കാരണം അറിഞ്ഞു വേണം നമ്മൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് താരനും പ്രശ്നങ്ങളും ഒന്നുമില്ല, എന്നിട്ടും എൻ്റെ മുടി ഹെയർ ഫോൾ സംഭവിക്കുന്നു, എനിക്ക് മുടി പൊട്ടിപ്പോകുന്നു എന്ന് പരാതി പറയുന്ന ലേഡീസിന്, പുരുഷന്മാർക്ക് എല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ആ ഒരു ഏജന്റ്, ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു ഏജന്റിനെ ഇതിൽ ആഡ് ചെയ്തതിനാൽ നമ്മുടെ മുടിയുടെ ആ ഒരു അവസ്ഥയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, എന്താണോ നമ്മുടെ മുടി പൊട്ടിപ്പോവാനുണ്ടായ കാരണം അതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് ഇതില് ലിപ്പോഫ്രക്റ്റിയൽ ആർഗൻ, അതായത് നമ്മൾ ആർഗൺ ഓയിൽ എന്ന് കേട്ടിട്ടില്ലേ, ഈ ഒരു ആർഗൺ ഓയിലിന്റെ സാന്നിധ്യം ഇതിലുണ്ട്. അത് നമ്മുടെ മുടിയെ മിനുസമുള്ളതാക്കും. ആ ഒരു ഫ്രിസി ആയിട്ടുള്ള പറന്ന് കളിക്കുന്ന തീരെ കട്ടിയില്ലാതെ പൊട്ടിപ്പോകുന്ന ഒരു സ്വഭാവത്തെ മാറ്റിയിട്ട് സ്വാഭാവിക തിളക്കം വർദ്ധിപ്പിക്കുകയും തലയോട്ടിയെ പോഷിപ്പിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മുടിക്ക് ഒരു ശക്തി ലഭിക്കുന്നു എന്നുള്ളതാണ്. മുടിക്ക് ശരിക്കും നല്ല ആരോഗ്യമുള്ള മുടി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് അധികം ഫ്രിസി ആയിരിക്കില്ല, കുറച്ചൊരു കനത്തില് നല്ല തിളക്കത്തോട് കൂടിയിട്ടാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഈ ഒരു ഷാമ്പൂയില് നമ്മുടെ ഇഞ്ചി സത്ത് ഉണ്ട് ഇതിൽ. ഇഞ്ചി സത്തിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ഇഞ്ചി. നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എന്തെല്ലാം ഔഷധങ്ങളാണ് നമുക്ക് കമ്പനി ഇതിൽ ചേർത്ത് തരുന്നത് എന്നുള്ളത്. അപ്പൊ മുടിയുടെ പൊട്ടുന്നതിന്റെ ലക്ഷണങ്ങൾ 100% കുറയ്ക്കുന്ന ഒരു ഷാമ്പൂ. നെക്സ്റ്റ് വരുന്ന ഷാമ്പൂ ആണ് കണ്ടീഷണർ ആൻഡ് വൈറ്റമിൻ ഇ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ, റെവിറ്റോയുടെ ഒരു ഷാമ്പൂ. റെവിറ്റോ വാഷിംഗ് പൗഡർ നമുക്ക് RCMൽ ലഭ്യമാണ്. റെവിറ്റോ ഒരു ഷാമ്പൂ, നമുക്കൊരു അടിപൊളി ഒരു ഷാമ്പൂ കൂടെ തരുന്നുണ്ട്. അതാണ് ഹെൽത്ത് ആൻഡ് ഷൈൻ ഷാമ്പൂ. ഹെൽത്ത് ആൻഡ് ഷൈൻ ഷാമ്പൂ എന്നാണ് ഇതിന്റെ ഒരു പേര് തന്നെ. നമുക്ക് ധാരാളമായിട്ട് ആ ഒരു ബോട്ടിലിന്റെ മുകളിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഒരു ഷാമ്പൂ. ഷിനോൾ ഹെർബൽ ഷാമ്പൂ എല്ലാതരം മുടികൾക്കും അനുയോജ്യമാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. രാസവസ്തുക്കളും മലിനീകരണവും മൂലം നശിച്ച മുടിക്ക് നൂറ്റാണ്ടുകളായിട്ട് മുടിയുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് അറിയപ്പെടുന്ന ഹെർബൽ ചേരുവകൾ ഉപയോഗിച്ച് നമ്മൾ ശ്രദ്ധാപൂർവം കമ്പനി നമുക്കായിട്ട് തന്നിരിക്കുന്ന ഒരു ഷാമ്പൂ. അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് രാസവസ്തുക്കൾ, നമുക്കറിയാം മുടിയിൽ രാസവസ്തുക്കളും മലിനീകരണവും വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില വെള്ളം നമ്മൾ പുറം നാട്ടിലൊക്കെ പോയിട്ട് കുളിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച വെള്ളത്തിലൂടെ മുടി ഒഴിച്ചിട്ട് സംഭവിച്ച ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ എന്റെ മുടി നശിച്ചു പോയി എന്ന് പറയുന്ന, ടെക്സ്ചർ മാറിപ്പോയി എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത ആളുകളാണെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മുടി നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷാമ്പൂവിന്റെ ഉപയോഗത്തിലൂടെ നമുക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. സിൽക്കി ആയിട്ട് ഷൈനി ഹെയർ ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമുക്ക് ഷാമ്പൂ ഉപയോഗിക്കുന്നത് വളരെ, നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഏതെങ്കിലും ഷാമ്പൂ ഒക്കെ മാർക്കറ്റിൽ ഉപയോഗിക്കുകയും ഏതെങ്കിലും നമ്മൾ ഔഷധം ഉള്ള ഒരു എണ്ണ ഞാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഔഷധമുള്ള എണ്ണ സെലക്ട് ചെയ്ത പോലെ തന്നെ ഷാമ്പൂ ഏത് ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയൊരു ഘടകമാണ്. ഞാൻ പയറുപൊടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ പയറുപൊടി ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ഗുണം പോലെ തന്നെ അതിന് വലിയ ദോഷവും ഉണ്ട്. കാരണം ഓൾറെഡി ഡ്രൈ ആയിരിക്കുന്ന മുടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ പയറുപൊടിയൊക്കെ ഉപയോഗിച്ച് മുടി കഴുകുന്ന സമയത്ത് കൂടുതൽ ഡ്രൈനെസ്സിലേക്കാണ് വരിക. മുടി പൊട്ടിപ്പോവാൻ വളരെ സാധ്യത അവിടെ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ഹെൽത്ത് ആൻഡ് ഷൈൻ ഷാമ്പൂവിന്റെ ഗുണം പറയുകയാണെങ്കിൽ, തലയോട്ടി വൃത്തിയാക്കാൻ വേണ്ടി, ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാസനിക്ഷേപം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, വേരുകളെ ശക്തിപ്പെടുത്താനും ഫോളിക്കിളുകളെ ഉത്തേജിപ്പിക്കാനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നതിനാൽ ഇത് മുടിക്ക് ഒരു മികച്ചതായിട്ടാണ് ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുക. കാരണം എങ്ങനെയാണ് ഇത്രയും പ്രോബ്ലംസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ ഒരു ഷാമ്പൂ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഗൾഫിലേക്കൊക്കെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ RCM ഉൽപ്പന്നങ്ങൾ കൊടുത്തയക്കാറുണ്ട്. അപ്പൊ അവർക്ക് നമ്മളെ നാട്ടിലുള്ള വെള്ളമല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഷാമ്പൂ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. വരണ്ട തലയോട്ടിയെ പോഷിപ്പിക്കുന്നതിന്, ശമിപ്പിക്കുന്നതിനുമായിട്ട് ഒരുപാട് ഘടകങ്ങൾ ഇതിലും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇയുടെ സ്വാധീനം തന്നെയാണ് ഏറ്റവും വലുത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മുടി വെള്ളം ഉപയോഗിച്ച് കഴുകിയ ശേഷം മാത്രം നമ്മൾ ഷാമ്പു ഉപയോഗിക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആക്കിയ ശേഷം നമ്മൾ മുടി ഇഴകളിലേക്കും കൊടുത്ത ശേഷം നമ്മൾ കഴുകി കളയാം. ഇനി വരുന്നതാണ് ഷിനോൾ ഹെർബൽ ഷാമ്പു. ഈ ഒരു ഷാമ്പുവോട് കൂടിയിട്ട് നമുക്ക് നിർത്താം. അതായത് പേര് പോലെ തന്നെ ഹെർബൽ ഷാമ്പു. നമ്മൾ ഇതേ ഒരു ചിത്രമുള്ള ഇതേ പച്ച കളറുള്ള നമ്മുടെ ഒരു ഓയിൽ ഉണ്ട്, ആ ഹെർബൽ ഓയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഓയിൽ, ആ ഒരു ഹെർബൽ ഓയിലും ഈ ഒരു ഹെർബൽ ഷാമ്പുവും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ആ ഒരു ഓയിൽ ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം ഈ ഒരു ഹെർബൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയുകയാണെങ്കിൽ വലിയ ഗുണം നമുക്ക് കിട്ടുന്നുള്ളതാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഘടകങ്ങൾ, അതായത് വൈറ്റമിൻ സി ധാരാളമായിട്ട്
അടങ്ങിയിട്ടുള്ള അമ്ല, നെല്ലിക്ക, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന നെല്ലിക്ക, മൈലാഞ്ചി, ഹെന്ന നമുക്കറിയാം. നമ്മൾ ഹെന്ന ചെയ്യുന്ന ആളുകൾ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഹെന്ന ചെയ്യാറുണ്ട്. മൈലാഞ്ചി ഇല ഉപയോഗിച്ച് മൈലാഞ്ചി ഇല അരച്ചൊക്കെ തലയിലിടാറുണ്ട്. ഈ ഒരു ഘടകം സ്ഥിരമായിട്ട് നമ്മുടെ അതൊന്നും നമുക്ക് എന്നും നമ്മൾ ഉപയോഗിക്കാന്ന് വെച്ചാൽ നമുക്കത് പോസിബിൾ അല്ല. അപ്പൊ ഈ ഹെന്ന അടങ്ങിയിട്ടുള്ള, ഷിക്കാക്കായി അടങ്ങിയിട്ടുള്ള, അമ്ല അടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഹെർബൽ ഷാമ്പു ഉപയോഗിക്കുന്നതിലൂടെ വളരെയധികം ഗുണങ്ങൾ മുടിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് മുടിയെ എപ്പോഴും ഒരു തലയോട്ടിയെ എപ്പോഴും ഒരു തണുപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, ഒരു മോയ്സ്ചറൈസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹെർബൽ ഷാമ്പു വലിയ ഗുണം ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ഓയിലുകളും ഈ പറഞ്ഞ എന്താ പറയാ, നമ്മൾ യാതൊരു കെമിക്കലും ഉപയോഗിക്കാത്ത എന്ന് പറഞ്ഞാൽ ആളുകൾ ചോദിക്കും, ഫുൾ കെമിക്കൽ ഫ്രീ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ധൈര്യത്തോട് കൂടിയിട്ട് നമുക്ക് ആശ്വസിക്കാം. നമ്മുടെ മുടിയെ കേടുവരുത്തുന്ന, നമ്മുടെ തലയോട്ടിയെ കേടുവരുത്തുന്ന യാതൊരു ഹാനികരമായിട്ടുള്ള യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത, കെമിക്കലും ഇല്ലാത്ത ഷാമ്പുവും ഓയിലും തന്നെയാണ് നമുക്ക് RCM ൽ ലഭ്യമായിട്ടുള്ളത്. മാർക്കറ്റിലുള്ള ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 100% നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഹെയർ ഓയിൽസും ഷാമ്പുവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു മാറ്റം, ഒരു ഹെയർ കെയർ നേടിക്കൊണ്ട് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എനിക്കും സാധിക്കട്ടെ, നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. JRCM.